മഴവിൽ എന്റർടൈൻമെന്റ് അവാർഡ്സ് 2025 ടിക്കറ്റുകൾക്കായി സന്ദർശിക്കൂ QKerala.com. തനിക്ക് ചവിട്ടിയേ തീരൂ അല്ലേ? തന്റെ ഈ പൊന്തങ്കാലം അത്രയ്ക്കങ്ങ് തരിക്കുന്നുണ്ടെങ്കിലേ അതിന് കെട്ടി എഴുന്നള്ളിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ടല്ലോ. നല്ല നെയ്ക്കുമ്പളങ്ങാക്കെ കൈയും കാലും വെച്ച പോലെ ചരക്ക്. മറ്റേ അക്കാരിയുടെ ഒറ്റപുത്രി അവളെ വേണം ചെന്ന് ചവിട്ടാൻ. എന്തായാലും കൂമ്പറപ്പുണ്ടോ വാഴക്കാലിക്ക്? അതിനെങ്ങാനും തന്നെ ഈ കാലൊന്ന് പൊന്തിപ്പോയാല് പിന്നെ കൊത്തി എരിഞ്ഞ് പട്ടഷാപ്പിൽ കൊണ്ടുപോയി കൊടമ്പുളിയിട്ട് കറി വെച്ച് വിൽക്കും അമ്മായിയപ്പൻ അല്ലല്ലോ. നീ എന്നത്തിനിടെ ക്യാമറ കാലേന്ന് കറക്കി മേലോട്ട് കൊണ്ടിരുന്ന് ലോ ആംഗിൾ ഷോട്ട് എന്താണെന്ന് അറിയാത്ത പോർ ഗേൾ. ഓ എൻ്റെ പൊന്നി ജിജി മോളെ, നിന്നെ കാണുന്നവർക്കുണ്ടല്ലോ ഒരു രക്ഷകൻ ഫീലാണ് കിട്ടേണ്ടത്. അതിനാണ് ഈ ലോ ആംഗിളും ക്ലോസപ്പ് ഒക്കെ. ഈ ഷാജി കൈലാസറിന്റെ മോഹൻലാൽ സാറിന്റെ പടം നീ കണ്ടിട്ടുണ്ടോ? അദ്ദേഹത്തിന്റെ ഒക്കെ ക്ലോസപ്പില് ഇപ്പോഴും ഉണ്ടല്ലോ. ഇപ്പോഴത്തെ പിള്ളേർക്കും എല്ലാം അറിയോ? ആ വെറുതെ അല്ല, അമ്പിളിയുടെ ടിക്ടോക്ക് എല്ലാം ലോയാങ്കിളാ. ഞാൻ വിചാരിച്ചത് അവളുടെ പുതിയ പുതിയ പവാട കാണിക്കാനുള്ള അടവാണെന്നല്ല. കണ്ട അവള് പൊങ്ങി വന്ന വരവ് നീ കണ്ട? അവള് ലേറ്റസ്റ്റ് ആയിട്ട് വീഡിയോ ഒന്നും കണ്ടായിരുന്നു. എന്നോ വ്യൂവേഴ്സോ ഓരോരുത്തരും അവള് കൊച്ചിന്ന് പുതിയ ക്യാമറമാൻ ഇറക്കണമെന്ന് കേട്ട് കാണും. അവളിപ്പോ അങ്ങ് കത്തി കേറുവാ. എന്നാൽ ഞാൻ എന്തൊക്കെ റിസർച്ച് ചെയ്തിട്ട് ഈ പണിക്ക് ഇറങ്ങിയത്. നമ്മുടെ യൂട്യൂബ് പേയ്മെന്റ് ഒന്ന് വന്നോട്ടെ ശലമോനെ. പിന്നെ നിന്റെ ഷോർട്ട് ഫിലിം നമുക്ക് സെറ്റാക്കാം. ശരിക്കും പിന്നെ അടുത്ത അമലേട്ടൻ ആരാ? എടാ ബിഗ് ബി. മോളെ ഇവൻ ഫുൾ ടൈം ഇവളുടെ കൂടെ തന്നെയാണല്ലോ പങ്ക. പണിയാവോ? ആശാനൊന്ന് ചുമ്മായിരുന്നേ. ആശാനൊരു കത്തെഴുതിയിട്ട് ശലമോൻ ജിജീസ് ഫാൻസ് അസോസിയേഷൻ ഓൾ ഇൻ ഓൾ എന്നും പറഞ്ഞ് വിട്ടാറുണ്ടല്ലോ. പോസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുകാരെ അവൻ്റെ മുറി കൊണ്ട് കൊടുക്കുന്ന സാധനം അതാണ് ഇവർ തമ്മിലുള്ള ബന്ധം. പയ്യനുപകാരിയാ. എന്നാലും നിന്റെ കണ്ണ് എപ്പോഴും കൂടെ വേണം. അത് പിന്നില്ലായോ? എടാ ജിജി മോളെ, ഞാൻ ആ സന്ദീപിനെ ബ്ലോക്ക് ചെയ്തടാ. അവനാളത്ര വെടിപ്പൊന്നുമല്ല. ഞാൻ അവനെ കളയൊന്നുമില്ല. എന്റെ എല്ലാ വീഡിയോസിനും മുടങ്ങാതെ ലൈക്ക് കിട്ടുന്നതാ. ഇതോണ്ടേ ഇവനെ വേണേ കളയാം. ഇവന്റെ കല്യാണം കഴിഞ്ഞ പിന്നെ അവനവന്റെ പെണ്ണുമ്പിളയ്ക്ക് മാത്രമേ ലൈക്ക് അടിക്കുന്നുള്ളൂ. റിയാക്ഷൻ നോക്കി മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിലേ ആദ്യം കളയേണ്ട ഒരു അക്കൗണ്ട് ഉണ്ട്. അതാരുടെ? ക്രോണിക് നിർഗുണ പരബ്രഹ്മം. മനസ്സിലായ? നിന്റെ അപ്പൻ പൗലോസ് പുഴുക്കാപ്പള്ളി. അല്ല ജിജിര കൊണ്ട് ദിവസം ദൈവത്തിന്റെ കൃപ കൊണ്ടും ആയുസിന്റെ ബലം കൊണ്ടും അങ്ങ് കേറി പോന്നു. നിന്റെ അപ്പനോടത്തോ ആയുസിന്റെ വലിപ്പോ മാസായിട്ട് ഇത് മതി. അടുത്ത ആഴ്ച നമുക്ക് കുറച്ചൊരു റൊമാൻസ് നോക്കാം. നീ വോയിസ് മോഡുലേഷൻ ഒന്നുകൂടി ശരിയാക്ക്. എന്നാ ഞാൻ വിട്ടേക്കോ. ചെല്ല് ചെല്ല് പോയിക്കോ. വീട്ടിലേക്ക് കുറച്ച് താറാമുട്ട കൊടുക്കണം. താറാമുട്ടയാണോ കഴിക്കുന്നത്? അതാ ഞാൻ ബുദ്ധി. ആമച്ചി കഴുകി കറി വെച്ച് തരാമെന്ന് പറയടാ. എന്റെ അമ്മച്ചി ഞാൻ വന്നിട്ട് കഴുകിത്തരാന്ന്. ഇനി എന്തെങ്കിലും മേടിക്കണമെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി. ഫോണിൽ ചാർജ് ഇല്ലെന്ന്. കുറച്ച് താറാവിനെ മേടിച്ച് വളർത്താൻ പറയടാ. നല്ല ഫ്രഷ് മുട്ട കിട്ടുമല്ല. മെസ്സേജ് അയച്ചാൽ മതി ഞാൻ പറഞ്ഞല്ലേ അമ്മച്ചി. ഫോണിൽ ചാർജ് ഇല്ലെന്ന്. ഈ പെണ്ണും പിള്ളക്ക് ഇത് എന്തിന്റെ കേടാണ് വയസ്സാം കാലത്ത്? സ്വന്തം വീട്ടിൽ നിന്നുള്ള വോട്ട് പോലും കിട്ടൂല. മോളെ, ആശാന്റെ മനസ്സിന്റെ കട്ടി കുറഞ്ഞു വരുവാന്നാ ഡോക്ടർമാര് പറഞ്ഞത്. കടുങ്കാപ്പിയുടെ കടുപ്പം സ്വല്പം ഒന്ന് കൂടിയാ വരെ പ്രശ്നമാ. ഈ ഒരവസ്ഥയിൽ നമ്മൾ വേണ്ടേ ആശാന്റെ മനസ്സിന് ഒരു ഇച്ചിരി ആശ്വാസം കൊടുക്കാൻ? പങ്കൻ ഇതെന്നാ അറിഞ്ഞോണ്ടാ
ഇപ്പം തന്നെ ടൈറ്റ് ഷെഡ്യൂളിലാണ് കാര്യങ്ങൾ പോണേ. എൻ്റെ ഇൻസ്റ്റ FB ഒക്കെ നോക്കാൻ തന്നെ ഇപ്പം വേറൊരാളെ വെക്കേണ്ട അവസ്ഥയാണ്. ഒരു ദിവസം തന്നെ ഒരു 10,000 മെസ്സേജിന് റിപ്ലൈ കൊടുക്കണം. ഹോ, പോരാത്തിന് കമൻസും. നോക്കിക്കേ, ആ മഞ്ജു വാര്യർ അപ്ലോഡ് ചെയ്യേണ്ട തിരക്കാ. ആ ശലമോനുള്ളതുകൊണ്ടാണ് ഞാനൊന്ന് പിടിച്ചു നിൽക്കുന്നത്. എൻ്റെ വിഷമമൊക്കെ ഞാൻ ആരോട് പറയാനോ? കൊള്ളാവുന്ന വല്ല സിനിമാക്കാരുടെ ആലോചന വന്നാൽ ഞാനങ്ങ് കെട്ടിപ്പൊക്കോളാം. എന്നാലും ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം എന്നൊക്കെ പറഞ്ഞാൽ അത് ശരിയാവൂല പങ്ക. മോളെ അതെ, പിന്നെ ഇത് പറ. സിനിമാക്കാര് കുറെ വരും മാട്രിമോണിയൽ ഇട്ടിട്ടേ 1.5 കൊല്ലായി. ഇവളുടെ ഒടുക്കത്തെ തള്ളു കാരണം കൊള്ളാവുന്ന തറവാട്ടിൽ നിന്ന് ഒരു ആലോചന ഇന്നേ വരെ വന്നിട്ടില്ല. അല്ല, സ്റ്റെപ്പിൽ കൂടെ ചാടി കയറി പെട്ടെന്ന് തീരുമാനം എടുക്കല്ലേ. ഇതേ ഫാൻസിനോടൊക്കെ ആലോചിച്ച് നല്ലപോലെ സമയമെടുത്ത് നാളെ രാവിലെ തന്നെ പറഞ്ഞാൽ മതി മക്കളെ. എനിക്കാവും പോലെയൊക്കെ ഞാൻ പറഞ്ഞു. എൻ്റെ കാലത്തോടെ പഴുക്കാപ്പള്ളി എന്നുള്ള പേരങ്ങ് മാഞ്ഞു പോകുന്നെങ്കിൽ പിന്നെ ഞാൻ എന്നാ പറയാനാ? ചേട്ടോ, ഈ പഴമ്പരയുടെ ഡേറ്റ് ഓഫ് ബർത്ത് വല്ലതും ചേട്ടന് ഓർമ്മയുണ്ടോ? 1965 ആഗസ്റ്റ് 8 അല്ലായിരിക്കും. അതിനെല്ലാം കൂടി ഒരു മ്യൂസിയം ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ ആയുള്ള മ്യൂസിയം ഇതല്ലേ? 7 രൂപയുടെ ചായയും കുടിക്കും, 700 രൂപയുടെ ഡയലോഗും കേൾക്കണം. ഊവേ, ഈ ചായ ഇവിടെ വന്ന് കുടിക്കുന്നത് ചായക്കാശി വണ്ടിക്കൂലി ഇങ്ങോട്ട് തരണം. അത് ശരിയാ. നാളെ ഈ നാടറിയപ്പെടാൻ പോകുന്നത് ജിജിയുടെ പേരിലായിരിക്കും. അത് ശരിയാണ്. എന്റെ പൊന്ന് CB, അത് ഇപ്പോഴും അങ്ങനെ തന്നെയാ. അതിനൊരു മാറ്റമല്ല മോനെ. അതും ശരിയാണ്. നിങ്ങൾ അറിഞ്ഞാ നമ്മുടെ അമ്പിളിക്ക് ബ്ലൂടിക്ക് കിട്ടി. ബ്ലൂടൂത്ത് അല്ലടേ, ബ്ലൂടിക്ക്. 2 ആൽബത്തിൽ അഭിനയിച്ചപ്പോഴോ? ചേട്ടോ, ഒരു ബൂസ്റ്റ് നോക്കിയിരുന്നു, ഇപ്പൊ കിട്ടും. പാല്, പഞ്ചസാര, തേയില, ഇത് 3ഉം ചേർത്ത് മോൻ പറയുന്ന കോമ്പിനേഷനിൽ കുമാരൻ തരാം. ചായ ഏലക്കിട്ട് എടുക്കാൻ പറ്റുമോ? എന്തുവാ ഈ ജിജിമോളുടെ ഷോർട്ട് ഫിലിം? കാസ്റ്റിംഗ് ഒക്കെ ഓക്കേടാ, നന്നായി. കുമാരേട്ടാ, 5 കിലോ ചായപ്പൊടി. എല്ലാരും ഉണ്ടല്ലോ. ഗ്രൗണ്ടിലേക്ക് ഷോർട്ട് ഫിലിം അല്ലേ, കൊതിച്ചു കവിത്ര ചള്ളി മോനെ. എത്ര വട്ടം പറഞ്ഞ വെച്ച് ഫോണിൽ ചാർജ് ഇല്ല. അയ്യോ എടാ, ഫോണിൽ ചാർജ്. ഹലോ ഹലോ ഹലോ, എടാ, അപ്പൻ എന്നോട് 10ാം വാർഡിൽ നിൽക്കാൻ പറയുക. അതെ, നിന്റെ അപ്പന്റെ പ്രായത്തിന്റെ പ്രശ്നം നിനക്ക് വേറെ പണിയില്ലേ ജിജി? എടാ, അവർ പറയുന്നതേ മപ്പ് ചാൻസാന്നാ. പിന്നെ മെയിൻ ഫാൻസുകാരൊക്കെ പോസിറ്റീവാ. പിന്നെ ആ അമ്പിളയാണെങ്കിൽ അങ്ങ് കത്തി കയറുക. അവളുടെ ഒപ്പം കട്ടയ്ക്ക് നിൽക്കണമെങ്കിൽ എന്തേലും വേണ്ടേ? എടാ, അമ്പിളീനെയൊക്കെ സൈഡാക്കാനുള്ള ഐറ്റം ഈ ശലമോന്റെ ആവുന്നതിലുണ്ട്. നീ അതും ഇട്. പൊളിറ്റിക്സ് ഈസ് എ വെരി വെരി ഡേർട്ടി ബിസിനസ്. മനസ്സിലായ?